ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് കുറച്ച് സംശയങ്ങളാണ് തീർത്തു തരുന്നത്. അതിലാദ്യം എൻ്റെ എല്ലാ വീഡിയോകളും കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ താഴെ എൻ്റെ പ്രൊഫൈൽ പിക്ക് വന്ന് കിടക്കും. അതിലൊന്ന് പ്രസ് ചെയ്യുക. കണ്ട അതുപോലെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും. ഈ ചാനലിലെ എല്ലാ വീഡിയോയും കാണാനായിട്ട് ഇതിന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് നീക്കി കൊടുക്കുക. ആ വീഡിയോ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടില്ലേ, അതിലേക്ക് നീക്കി കൊടുക്കുക. അപ്പോൾ എൻ്റെ 122 വീഡിയോകൾ നിങ്ങൾക്ക് ഇതുപോലെ നോക്കിയെടുക്കാൻ പറ്റും. എല്ലാം താഴെ കിടപ്പുണ്ട്. 4 മാസം കൊണ്ടിട്ട് 122 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വീഡിയോകൾ ഇങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് കണ്ടിട്ട് അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലേ ചെയ്യും. വീണ്ടും നിങ്ങൾ ചാനലിലേക്ക് പോകാനായിട്ട് അതിൻ്റെ അടിയിൽ ഞാൻ ആ സെറ്റ് സാരി ഉടുത്ത് നിൽക്കുന്ന ആ പ്രൊഫൈൽ പിക്ക് തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചാനലിലേക്ക് പോകാം. ഇപ്പം ഞാനൊരു വീഡിയോ എടുത്ത് കാണുന്നത്, വീണ്ടും ഞാൻ അതിൽ പ്രസ് ചെയ്ത് പ്രൊഫൈലിൽ പ്രസ് ചെയ്ത് വീണ്ടും വീഡിയോയിലേക്ക് വന്ന് വീണ്ടും പുതിയതെടുത്ത് ഇഷ്ടമുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാം. അപ്പോൾ കുറേ വീഡിയോ ഉണ്ട്, ഒന്നും കാണാൻ അറിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞ് ഒരുപാട് പേർക്ക് അറിയാം, പക്ഷെ കുറച്ച് പേർക്ക് അറിയില്ല. ഇത് പ്ലേലിസ്റ്റാണ്, അതൊന്നും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യത്തെ ആ വീഡിയോൻ്റെ അതിൽ മാത്രം പോയാൽ മതി. ഇത് കമ്മ്യൂണിറ്റി ടാബാണ്. ഞാൻ ഓരോന്നൊക്കെ ചിലത് പോസ്റ്റ് ചെയ്യില്ല, അതൊക്കെ ഉള്ളത് വീഡിയോ അല്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്താണെന്ന് അറിയില്ലാതെ ചിലവരെൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ ഈ കുഞ്ഞാരോ കണ്ടില്ലേ, ആ ആരോയിലൊന്ന് നിൽക്കുക. ആ ആരോ പ്രസ് ചെയ്യുമ്പോൾ കണ്ട താഴെ വന്നത് കണ്ട, ഇതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതാനുള്ളത് ഞങ്ങൾക്ക്. അപ്പോൾ ഇത് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് അറിയില്ലാത്ത ആളുകൾക്ക് ഉള്ളത് കൊണ്ട് ഞാൻ മിക്കതും കമൻറ്റ് ബോക്സിൽ തന്നെ എഴുതുന്നത്. അപ്പോൾ അവരത് വായിച്ചോളും. എങ്കിലും ഇതൊന്ന് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഈ കൂട്ടത്തിൽ ഇത് കാണിക്കുന്നതാണ്. ഇതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറഞ്ഞത്. ആ കുഞ്ഞാരോയിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട അതാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് വളരെ കുറച്ച് പേർക്ക് അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. പിന്നെ ഞാൻ മൂന്നാമത് പറയുന്നത്, എനിക്ക് ഒരുപാട് വാട്സാപ്പ് വോയിസ് മെസ്സേജുകൾ വരാറുണ്ട്. അപ്പോൾ ഈ വോയിസ് മെസ്സേജ് അയക്കുന്ന കുറേ പേര് പറയുന്നുണ്ട് 10ഉം 15ഉം വോയിസ് മെസ്സേജ് ആയിട്ടൊക്കെയാണ് എനിക്ക് വിടുന്നത്. ഒരു വാക്ക് പറഞ്ഞ് പെട്ടെന്ന് കട്ടായി അടുത്ത മെസ്സേജ് വോയിസ് ആയിട്ട് വരും. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾ കൈവേദന എടുക്കും. നിങ്ങൾക്ക് അതിൽ ആ മൈക്കിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് സംസാരിക്കുമ്പോൾ അത് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അതിന് പകരമുള്ളൊരു ഓപ്ഷനാണ് ഈസി ആയിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ആർക്കാണ് മെസ്സേജ് വോയിസ് മെസ്സേജ് വിടേണ്ടത്, അപ്പം നമ്മൾ ഈ ഒരു പച്ച ബട്ടൺ അവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ടല്ലേ സംസാരിക്കുന്നത്, അത് വിട്ട് കഴിയുമ്പോൾ മെസ്സേജ് ഓട്ടോമാറ്റിക് അത് പോയി കിടക്കും. ഇതങ്ങനെ ചെയ്യേണ്ട. ഈ പച്ച ബട്ടൺ മുകളിലേക്ക് നീക്കുക, ഒന്ന് സ്വൈപ്പ് ചെയ്ത് മുകളിലേക്ക് നീക്കുക ഇതുപോലെ. അപ്പോൾ അവിടെ ഒരു പച്ച താഴ്വന്ന് കണ്ട ലോക്ക്. അപ്പോൾ അതേ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് നമ്പർ പോകണണ്ട. നമ്മൾക്കത് പറഞ്ഞത് തെറ്റിപ്പോയെങ്കിൽ ആ ക്യാൻസൽ ചെയ്തേക്കുന്ന ആ സ്ഥലത്ത് പ്രസ് ചെയ്യുക, അത് ഡിലീറ്റ് ആയി. ഇനി നമ്മൾ പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ ചെയ്യണേണ്. അപ്പോൾ എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം. നമുക്ക് വെറുതെ ഫോൺ പിടിച്ചാൽ മതി, പ്രസ് ചെയ്യേണ്ട. കറക്റ്റായി കഴിഞ്ഞാൽ ആരോയിൽ പ്രസ് ചെയ്യുക, മെസ്സേജ് പോയി, വോയിസ് മെസ്സേജ് പോയി. അപ്പോൾ ഇത് കുറച്ച് പേർക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. അറിയുന്നവരും കുറേ പേരുണ്ട്. പിന്നെ വേറെ നാലാമത് കാണിക്കുന്നത്, കുറേ ആളുകൾക്ക് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല, ടൈപ്പ് ചെയ്ത് വിടണം, അന്ന് ടൈപ്പ് ചെയ്യാനും താല്പര്യമില്ല, അറിയില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ഈ കുഞ്ഞ് ആ ഇതില്ലേ മൈക്ക് അത് പ്രസ് ചെയ്യുക. പച്ച മൈക്കല്ല, ആ നേരത്തെ കാണിച്ചത്. അപ്പോൾ ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞ് നമ്മൾക്ക് പറയാനുള്ളത് ഇംഗ്ലീഷിൽ തന്നെ പറയണം. അതവിടെ വന്നാണ്ട. ഞാൻ ഇപ്പോൾ ഹവാറിന്ന് 2 പ്രാവശ്യം പറഞ്ഞു, അത് 2 അവിടെ വന്ന് ഇത് പ്രസ് ചെയ്താൽ നിന്ന് ആ പച്ച ആരോ നോക്കിക്കഴിഞ്ഞാൽ അത് മെസ്സേജ് ആയിട്ട് പോയത് കണ്ട, നമ്മൾ സംസാരിച്ചതാണ്. പക്ഷെ അവിടെ ടൈപ്പ് ചെയ്തു വന്നു. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പിങ് തെറ്റിപ്പോവും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നവർ ക്ഷമിക്കുക, അറിയാൻ പാടില്ലാത്തവർ ഇത് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകില്ല. ആ ബെല്ലൈക്കണിലും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. താങ്ക് യു.